നമസ്തേ. ഞാനൊരു ഹാപ്പി ന്യൂസ് നിങ്ങളുടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഓപ്പറേഷൻ പ്രഹാറിനെ പറ്റിയിട്ട്, അതിന്റെ ഒരു അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എത്ര ദ്രുതഗതിയിലാണ് എന്റെ പ്രവർത്തനം എന്ന് നോക്കിയേ. ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ രാജ്യത്തെ അധിക്ഷേപിക്കുകയോ വ്യക്തിഹത്യ നടത്തുകയോ നമ്മുടെ രാജ്യത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്നതുമായിട്ടുള്ള പോസ്റ്റുകളെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഓപ്പറേഷൻ പ്രഹാറിന്റെ സൈറ്റിൽ കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്താൽ അവര് നടപടി എടുക്കും എന്നുള്ളത്. അപ്പൊ എന്നെ സുബൈർ എന്ന് പറഞ്ഞിട്ടൊരാളും അഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും നിരന്തരമായിട്ട് സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ പിറകെ തന്നെ കൂടിയിട്ട് എന്നെ വ്യക്തിഹത്യ നടത്തുക, എന്റെ കുടുംബത്തിരിക്കുന്നവരെ പറയുക, എന്നെ കൊല്ലുമെന്നോ പച്ചയ്ക്ക് കത്തിക്കുന്നോ ഒക്കെ അവര് പറയുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിരുന്നു. ഇത് എവിടെ പരാതിപ്പെടുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എത്ര ദ്രുതഗതിയിലാണ് പ്രവർത്തനം നടത്തുന്നതെന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ പ്രഹാറിന്റെ സൈറ്റിൽ കയറുക, അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഓപ്പറേഷൻ പ്രഹാർ എന്നുള്ളത്. അവിടെ നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും അടിച്ചിട്ട് നിങ്ങൾ ജിമെയിലൂടെ ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യുക. ഈ സ്ക്രീൻഷോട്ട് അവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. കംപ്ലൈന്റ് കൊടുത്ത് 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല. സുബൈർ എന്ന് പറയുന്ന ആൾക്കെതിരെയും അഹമ്മദ് അലി എന്ന് പറയുന്ന ആൾക്കെതിരെയും കംപ്ലൈന്റ് ഞാൻ രജിസ്റ്റർ ചെയ്തു. കംപ്ലൈന്റ് കൊടുത്തിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്ഡേഷൻ കിട്ടി. ഒരു രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസ്. അതിൽ ഈ അഹമ്മദ് അലി എന്ന് പറഞ്ഞ ആള് ഈ സുബൈർ എന്ന് പറഞ്ഞ ആള് കുവൈറ്റിൽ എന്തോ ആണ് ഫേക്ക് അക്കൗണ്ടിൽ നിന്നായിരുന്നു എന്നെ സൈബർ ബുള്ളിങ് ചെയ്തിരിക്കുന്നത്. ആളുടെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഇനി കണ്ടിരുന്ന് കാണാം. ഓപ്പറേഷൻ പ്രഹാർ പണി തുടങ്ങി കഴിഞ്ഞു. ഇനി തീവ്രവാദികളെ, ജിഹാദികളെ, നമ്മുടെ രാജ്യത്തിന് എതിരെ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഇനി സൂക്ഷിക്കുക. പൂട്ട് വീണ് തുടങ്ങി. നിങ്ങൾ നമ്മുടെ രാജ്യത്ത് നിൽക്കുവാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ അനുകൂലിക്കുക തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ അനുകൂലിക്കുന്ന രാജ്യത്ത് പോയിട്ട് അവരോടൊപ്പം ചേർന്നിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. എന്റെ രാജ്യത്ത് നിന്നുകൊണ്ട് എന്റെ രാജ്യത്തിനെതിരെ നിങ്ങൾ തീവ്രവാദം പ്രവർത്തനങ്ങൾ നടത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും പൂട്ട് വീണിരിക്കും. വന്ദേ മാതരം. നമസ്തേ. ഭീകരവാദത്തിനെതിരെയും ഭീകരവാദികൾക്കെതിരെയും തടയിടാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ പ്രഹാർ രംഗത്തെത്തിയിരിക്കുന്നു. എന്താണ് ഈ ഓപ്പറേഷൻ പ്രഹാർ എന്ന് നോക്കാം. ഹിന്ദിയിലെ പ്രഹാർ എന്ന വാക്കിനർത്ഥം സ്ട്രൈക്ക് അല്ലെങ്കിൽ അടിയാണ്. ഇനി ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന തീവ്രവാദികളായിട്ടുള്ള ആൾക്കാരെ അടിയോടടിയായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്. 2026 ജനുവരിയിൽ പഞ്ചാബ് പോലീസ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ പ്രഹാർ ഇന്ന് വളരെ ശക്തമായ രീതിയിൽ രാജ്യത്തുടനീളം വ്യാപിപ്പിച്ചിരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ശക്തമായി മുന്നോട്ട് വന്ന വിവരം ഞാൻ നിങ്ങളെ സസന്തോഷം അറിയിക്കുകയാണ്. തീവ്രവാദികളെ, നിങ്ങളൊക്കെ ഇനി കൂട്ടിൽ കയറും. ആദ്യഘട്ടത്തിൽ 12,000 പോലീസുകാരും 2,000 ടീമുകളുമായിട്ട് ചേർന്ന് ഏകദേശം 72 മണിക്കൂർ നീണ്ട റെയ്ഡിലൂടെയായിരുന്നു ഓപ്പറേഷൻ പ്രഹാർ മുന്നിട്ട് വന്നത്. ഗ്യാങ്സ്റ്റർ നെറ്റ്വർക്കുകളും സംഘടിത കുറ്റകൃത്യങ്ങളും ഇല്ലാതാക്കുക എന്നതായിരുന്നു ഓപ്പറേഷൻ പ്രഹാറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ന് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തുവരുന്ന ഓരോരോ പോസ്റ്ററുകൾ, നമ്മുടെ രാജ്യത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ, രാജ്യത്തെ പ്രധാനമന്ത്രിയെ വ്യക്തിഹത്യ നടത്തുകയും അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ടും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുമുള്ള പോസ്റ്ററുകളൊക്കെ ഇന്ന് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ പോസ്റ്ററുകളും അല്ലെങ്കിൽ ഈ പോസ്റ്റുകളും ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഓപ്പറേഷൻ പ്രഹാറിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, അത് വിദേശത്ത് നിന്ന് ആയിക്കൊള്ളട്ടെ, നമ്മുടെ സ്വരാജ്യത്തിരുന്നു കൊണ്ട് രാജ്യത്തിന് വെല്ലുവിളിക്കുന്ന തരത്തിലായിക്കൊള്ളട്ടെ, ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓപ്പറേഷൻ പ്രഹാറിന്റെ സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഉറവിടം കണ്ടെത്തി തീർച്ചയായും ശക്തമായ നടപടി അവർക്കെതിരെ സ്വീകരിക്കുമെന്ന് ഓപ്പറേഷൻ പ്രഹാർ എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ ഓരോ ഭാരതീയനും അഭിമാനമുളവാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഓപ്പറേഷൻ പ്രഹാർ എന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർദ്ധിച്ചുവരുന്ന സൈബർ ബുള്ളിയിങ്ങളെ തടയിടാൻ ഓപ്പറേഷൻ പ്രഹാർ നമുക്കൊപ്പം ചേരുകയാണ്. നിരന്തരമായി വീഡിയോകളും പോസ്റ്റുകളും ഒക്കെ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ പോസ്റ്റിന് താഴെ വരുന്ന, നിങ്ങളെ അധിക്ഷേപിക്കുന്ന, രാജ്യത്തിന് വെല്ലുവിളിയാകുന്ന, രാജ്യത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള, നിങ്ങളെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള കമന്റുകളോ കാര്യങ്ങളോ നിങ്ങൾ ഇനി ഡിലീറ്റ് ചെയ്യേണ്ട. വ്യക്തമായി അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സൈറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. സൈബർ ഇടങ്ങളിലെ കുറ്റകൃത്യങ്ങൾ ഒരു ക്യാൻസർ പോലെ പടർന്നു പന്തലിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെതിരെ തടയിടാൻ ഓപ്പറേഷൻ പ്രഹാർ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്തേ. ഒരുപാട് ആളുകള് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്ന് 10-ാം തീയതി മാർച്ച് ചൊവ്വാഴ്ച ദിവസം ഇന്നത്തെ ഒരു അപ്ഡേഷൻ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു.
2 ദിവസമായിട്ട് ജെറുസലേമില് അങ്ങനെ വലിയ രീതിയിലുള്ള അലേർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു. ഇവിടെ ഭയങ്കര തണുപ്പാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഒരിത്തിരി വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞാനും എന്റെ എംപ്ലോയറും ഉണ്ട് എന്റെ കൂടെ. അപ്പൊ ഒന്ന് വെയിലൊക്കെ ഒന്ന് കൊണ്ടിട്ട് വരാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഞാൻ പുറത്തെ വിശേഷങ്ങളും കൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാ കടകളെല്ലാം ഓപ്പണാണ്. നമുക്ക് ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ കാര്യങ്ങളെല്ലാം ഓപ്പണാണ്. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ 10-11 ദിവസമായി ഇപ്പൊ യുദ്ധമായിരുന്നു. പക്ഷെ നമുക്കങ്ങനെ വലിയൊരു യുദ്ധ സാഹചര്യത്തിന്റെ ആശങ്കകളോ കാര്യങ്ങളോ യാതൊന്നും തന്നെ ഇല്ല. നമുക്ക് അലാം അടിക്കുമ്പോൾ നമ്മൾ പബ്ലിക് ഷെൽട്ടേഴ്സിൽ പോകേണ്ടവർ അങ്ങനെ പോകുന്നുണ്ട്. വീടുകളിൽ ബങ്കേഴ്സ് ഉള്ളവര് അങ്ങനെ പോകുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഒരു 20 മിനിറ്റ്സ് ഇത് കഴിയുമ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും ആശങ്കകളൊക്കെ മാറ്റി വെച്ചിട്ട് അവരവരുടെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ റോഡിലൂടെയാണ് നടക്കുന്നത്. ഇവിടെ ഇഷ്ടംമാതിരി വണ്ടികൾ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും വർക്കിന് പോയി തുടങ്ങി. സ്കൂളുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഓപ്പൺ ആക്കാത്തത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇന്ന് രാവിലെ ഒരു 10 മണിയായപ്പോഴത്തേന് ജെറുസലേമിന്റെ നോർത്ത്, സൗത്ത്, സെൻട്രൽ ജെറുസലേം ഇവിടെ അലാം അടിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തില് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മള് നടക്കുന്ന വഴിയിലാണ് കേട്ടോ അലാം വന്നത്. ആ സമയത്ത് നമുക്ക് പബ്ലിക് ഷെൽട്ടർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കയറി. അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തു വന്നിട്ട് നടക്കുന്ന വഴിയാണ് അപ്ഡേഷൻ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിക്കുന്നത്. നാട്ടിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ നമ്മളെല്ലാവരും പേടിച്ച് 24/7 നമ്മൾ ബങ്കറിനുള്ളിലൊന്നും കഴിയുന്ന ആളുകളൊന്നും അല്ല കേട്ടോ. ഈ രാജ്യം നമുക്ക് അത്രയേറെ സുരക്ഷിതത്വം തരുന്നുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അത്രയേറെ റെസ്പെക്റ്റും സുരക്ഷിതത്വം ഉള്ള ഈ രാജ്യത്ത് നമ്മൾ അത്രയേറെ ഫ്രീ ആയിട്ടാണ് നടക്കുന്നത്. യാതൊരുവിധ കുഴപ്പങ്ങളും ഒന്നും തന്നെ ഇല്ല. പിന്നെ സ്വാഭാവികമായിട്ടും യുദ്ധാന്തരീക്ഷത്തിൽ ലോഡ് കണക്കിന് മിസൈലുകൾ ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ ഒരു സ്ഥലത്ത് അവിടുത്തെ സിവിലിയൻസിനെയും ഇവിടുത്തെ കെട്ടിടങ്ങളും എല്ലാം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മറുതലക്കിലേക്ക് ഇവരും യുദ്ധം ചെയ്യുകയാണ്. അപ്പോ ഇവിടുന്ന് ഒരു യുദ്ധം അങ്ങോട്ട് പോകുന്നു, അല്ല ഇവിടുന്ന് കുറെ മിസൈലുകൾ അങ്ങോട്ട് പോകുന്നു. അവിടുന്ന് വരുന്ന മിസൈലുകളെല്ലാം ഇവിടെ തടഞ്ഞു നിർത്തുന്നു. ഇവിടുത്തെ സിവിലിയൻസിനെയും എല്ലാവരെയും ഒരുപോലെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റ്, ഒരു ഡിഫൻസ് സിസ്റ്റം നമുക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ചില സമയത്ത് ഈ ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെ പ്രഹരണ ശക്തി നിങ്ങൾക്കറിയാമല്ലോ. അതിന്റെ ഉള്ളിൽ തന്നെ നിരവധി ചെറു ബോംബുകൾ അടങ്ങുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ അയൺ ഡോം പോലെയുള്ള സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത് പൊട്ടിക്കുന്ന ഒരു അവസരത്തിൽ അതിൽ നിന്നും വിഘടിച്ചു മാറുന്ന പല ബോംബുകളും ചില കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വളരെ ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ്. പക്ഷെ പറയുന്ന വലിയൊരു കാഷ്വാലിറ്റിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു യുദ്ധ സാഹചര്യം ആകുമ്പോൾ ഉണ്ടാവുന്ന കാഷ്വാലിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ അതിന്റെ ഒരു 1% പോലും ഇസ്രയേൽ എന്ന് പറയുന്ന ഈ രാജ്യത്ത് വരുന്നില്ലെന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷം. ഞാൻ വീടെത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വരട്ടെ. ഓക്കെ, ബൈ. വന്ദേ മാതരം.